സുദീപ് പറഞ്ഞ കാര്യങ്ങൾ രവിയോട് പറയുന്ന സബിത. അവർ ഇക്കാര്യം ശ്രുതിയെ അറിയിക്കുന്നു. താൻ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കാമെന്ന് രവിയോട് പറയുന്ന ശ്രുതി. ഒരു കുഞ്ഞിന് വേണ്ടി മാത്രം ചിന്തിക്കുന്ന ഒരമ്മയുടെ മനസ്സ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടുപിടിക്കാതിരുന്നത് എന്താ? സുദീപിന്റെ സ്വഭാവമാറ്റത്തിൽ സംശയിക്കുന്ന സദാശിവൻ പിള്ള. ശ്രുതിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉത്കണ്ഠപ്പെടുന്ന അരുൺ തോമസ്. അവനെന്ന് തന്ത്രപരമായി സബിതേച്ചിനടുത്തുനിന്ന് എന്റെ ചരിത്രങ്ങളെല്ലാം മനസ്സിലാക്കി. ഇനി തുടർന്ന് കാണുക. അവൻ മനസ്സിൽ കെട്ടിപ്പൊക്കിയ കല്യാണപ്പന്തൽ താനായിട്ട് അങ്ങോട്ട് താർക്കാൻ അവൻ നിന്നൊരുടോ. ഇന്ന് രാത്രി മുതല് താൻ തെരുവിലാണല്ലേ? തന്റെ രവിയേട്ടനും സബിതേച്ചിയും ഇതിനെന്ത് നിലപാടെടുക്കും? അവനോട് സംസാരിച്ചിട്ട് തീരുമാനിക്കാന്ന് പറഞ്ഞു. അപ്പൊ തന്റെ തീരുമാനവും അവരുടെ തീരുമാനവും ഒന്നാ എന്നുവെച്ചാ സുദീപിന്റെ തീരുമാനം അല്ലേ? എന്നടോ, തന്നെ ഇന്ന് തന്നെ ഇറക്കി വിടണമെന്ന് അവൻ അവരോട് ആവശ്യപ്പെട്ട തന്നെ അവരെ ഇറക്കി വിടടോ. തനിക്കുള്ള അവന്റെ മറുപടി ഇനി ഞാൻ പറയണ്ടല്ല. രവിയേട്ടനും സബിതേച്ചിയും എന്നെ അങ്ങനെ കൈയൊഴിയോ? അത്ര നിസ്സാരമായിട്ട് അവർക്കത് പറ്റുമോ? ഒന്ന് പോടോ. അവർക്ക് താനവരത് അതോ അവരുടെ അനിയനാ? എടോ, തന്റെ വയറ്റി വളരുന്ന കുഞ്ഞല്ലേ അവർക്ക് വേണ്ടേ? അവര് തീരുമാനിക്കണോ അവരുടെ അനിയന്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് വളർത്തുന്ന? പിന്നെ എന്താവൂടോ തന്റെ അവസ്ഥ? അങ്ങനെ ഒരു നിലപാട് രവി സാറും സബിതേച്ചി എടുക്കില്ല. ഞങ്ങൾക്കിടയിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. എടോ, ഒത്തിരി കാര്യങ്ങള് ഇനിയും തന്റെ കാര്യത്തിൽ അവനും ചെയ്യാൻ കഴിയട്ടാ. തന്നെ പൂട്ടൂട്ടാ. അതിലൊന്ന് താനെന്ന വ്യക്തി ആൾമാറാട്ടാണെന്ന് അവനറിയാം. ആരെക്കാളും അറിയടോ. വേണമെങ്കിൽ തന്റെ ജാതകം അടക്കമുള്ള തെളിവുകൾ അവൻ നിരത്തുട്ടാ, കോടതിയിലും പോലീസിലുമൊക്കെ. പിന്നെ തനിക്ക് എങ്ങനെ നിൽക്കാൻ കഴിയടോ? വളരെ നിസ്സാരല്ലത് താൻ ശ്രുതിയല്ല ഇഷയാണെന്ന് പ്രൂവ് ചെയ്യാൻ. ചിലപ്പോ ഇതിന്റെ പേരില് ഞാനും കുടുങ്ങട്ടാ. അത് സാരല്ല, വിട്ടേക്ക്. ഓ, താനും അവനും തമ്മിലുള്ള ബന്ധം അവൻ വളരെ മുമ്പേ വികൃതമായിട്ടും മോശമായിട്ടും ആ വീട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇഷ എന്ന തന്റെ അഴിഞ്ഞാട്ടക്കാരിയായ കാമുകയെ പറ്റി ഇപ്പൊ ഏതോ ഒരുത്തന്റെ കൂടെ ജീവിക്കുന്ന പറഞ്ഞിരിക്കുന്നേ. ഇതിപ്പോ നാട്ടുകാരുടെ കുഞ്ഞാണെന്നും പറയും. എടോ, അതിനും അവന് തെളിവുണ്ടാക്കാൻ സാധിക്കും വളരെ എളുപ്പത്തില്. അവിടെ അവൻ പറയുന്നതാണോ അതോ താൻ പറയുന്നതാണോ അവർ വിശ്വസിക്കുക? തന്നെ അവരെ അപ്പൊ തന്നെ അടിച്ചു പുറത്താക്കില്ലേ? ഡോ, അവരെ വഞ്ചിച്ചിരിക്കില്ലേ താൻ? സാർ എന്തൊക്കെയായി പറയുന്നേ? അവര് വന്നു പോയതിനു ശേഷം ഞാൻ തന്നെ പറ്റി ആലോചിച്ചു. തനിക്ക് എന്താ സംഭവിക്കാൻ പോണേന്ന്? ഇതൊക്കെ തനിക്ക് സംഭവിക്കാൻ പോണേ. താൻ കൂടുതൽ അപകടത്തിലേക്ക് നീങ്ങുക. അതെങ്ങനെ? എടോ, താൻ ഒറ്റപ്പെടും. കാരണം ആ കുടുംബത്തില് അവർക്ക് സുദീപിനെ അംഗീകരിക്കേണ്ടി വരിക. അവന്റെ കല്യാണം നിശ്ചയിച്ചു. പുതിയൊരു കുടുംബബന്ധം അങ്ങനെ ഉടലെടുക്കുക. ഇപ്പൊ രവിയേട്ടനെ സംബന്ധിച്ചും ടീച്ചറെ സംബന്ധിച്ചും താനൊരു ഉപകരണം മാത്രമാടോ. പ്രസവിക്കാനുള്ള ഉപകരണം. അവർക്കറിയാത്ത ആരാലോ വഞ്ചിക്കപ്പെട്ട ചതിക്കപ്പെട്ട ഒരു പെൺകുട്ടി. അതിനപ്പുറത്തേക്കുള്ള തന്റെ വ്യാപ്തം അവരെ അറിയുമ്പോ താൻ അവർക്ക് ശത്രുവാണ്. അവരുടെ കുടുംബം തകർക്കാൻ മനഃപൂർവ്വമായി എത്തിയ ഒരു വഞ്ചകയാണ് താൻ. തന്നെ ചതിച്ച തന്റെ കാമുകൻ പുണ്യാളനായി തീരും. തന്നെ അവർ കുരിശിലേറ്റിട്ടാ 3-ാം നാളല്ല 300-ാം നാളിലും താൻ ഉയർത്തിയണിക്കില്ല. സാർ, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. എടോ, ചിന്തിക്കണം. താൻ ഇനി ചിന്തിക്കണം. കാരണം കളിക്കുന്നത് സുദീപാണ്. അവൻ പൊടിമോനല്ലേട്ടാ, അവനാ പുലിയാണ്. പിന്നെ ആ മുടിയനല്ലേ, അങ്ങേർക്ക് കുറെ സുഹൃത്തുക്കളുണ്ട്, വക്കീലന്മാരും പോലീസുകാരട്ടൊക്കെ. തലയ്ക്കകത്ത് ആള് താമസമുള്ളവര് ഈ കാര്യം അറിഞ്ഞ അന്ന് തീർന്നു തന്റെ ആ വീട്ടിലെ പൊറുതി. ദേ, പിന്നെ ജയിലായിരിക്കട്ടാ. സാർ എന്നെ ഓരോന്നിങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. താനിത് എന്തിനാണോ പേടിക്കണേ? ഇനി ഇതിനെ എങ്ങനെ നേരിടണമെന്ന് ചിന്തിക്കുക. അതാണ് വേണ്ടത്. ഞാൻ ചോദിക്കണ ചോദ്യങ്ങൾക്ക് താനൊരു മറുപടി പറഞ്ഞേ. പറയടോ. തീർന്നില്ലേ?
ഇവിടെ തീർന്നില്ലടോ താൻ. ഇത്രയുള്ളൂ താനൊക്കെ. ഇങ്ങനെയുള്ള ഓരോരോ ചോദ്യങ്ങൾ വരുമ്പോ തൻ്റെ ഓരോരോ മുഖങ്ങൾ ഇങ്ങനെ അഴിഞ്ഞു വീഴും. അവസാനം ഈശാരവിന്ദായി വല്ലവന്റെയും കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് അപഹാസ്യമായിട്ട് അവിടുന്ന് പടിയിറങ്ങേണ്ടി വരും. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ സാർ? അതുകൂടെ എനിക്കൊന്ന് പറഞ്ഞതാ. എന്തുട്ടിയാനാ? അവനെ കണ്ട് സംസാരിക്കണം, അവന്റെ തീരുമാനം അറിയണം. എന്നിട്ട് അവസ്ഥ പന്തിയല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് പടിയിറങ്ങാം. എങ്ങോട്ട്? ധൈര്യമായിട്ട് ഇറങ്ങടോ, നമുക്ക് വഴിയുണ്ടാക്കാന്ന്. നമ്മള് നിസാരക്കാരനല്ല എടുക്കേ, ഒരു ജാതി സംഭവമാണ്. എനിക്ക് ആ പന്ന മോനെ കണ്ട ചൊറിച്ചിട്ട് വരട്ടാ. കൂടെ നിന്നോണം. അപ്പൊ പിന്നെ എന്റെ കുടുംബനാഥന എന്റെ കുഞ്ഞിന്റെ അച്ഛനാണെന്ന് പറഞ്ഞേക്കരുത്. കോളേജിൽ അവൻ്റെ ഒപ്പം ഒരുമിച്ച് പഠിച്ച അരുൺ തോമസ് ആണ് ഞാനെന്ന് അവനിപ്പോ അറിയാൻ പോണ്ട. ആ റിയാക്ഷൻ ഒന്ന് വാച്ച് ചെയ്യണം. വാ. നമസ്കാരം. നമസ്കാരം. എവിടെയാ നമ്മുടെ ജപ്പാൻകാരൻ സുദീപ് സാറ്? ഒന്ന് കാണായിരുന്നു. വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കെ. സൗദേ പൊടിമോനേക്ക് വിളിച്ചോ. രാവിലെ ഓഫീസിൽ വന്നപ്പോ സാറ് വലിയ തിരക്കിലായിരുന്നു. സുദീപ് സാറിന്റെ കാര്യമൊന്നും ചോദിക്കാൻ പറ്റില്ലേ? അടുത്ത ആഴ്ച കുറച്ച് യാത്രകളുണ്ട്. അതിനു മുമ്പ് ചില തീരുമാനങ്ങൾ എടുത്തിട്ട് വേണം പോവാൻ. മറ്റു കാര്യങ്ങൾ നമുക്ക് അവനോട് തന്നെ സംസാരിച്ചൊരു ധാരണ ഉണ്ടാക്കാം. ഒട്ടും താമസിപ്പിക്കണ്ട. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ അവൻ ഭാര്യയും കൊണ്ടങ്ങ് ജപ്പാനിൽ പോവും. തിരിച്ചു വരുമ്പോഴത്തേക്കും വീട് ശരിയാവണമെന്ന് അവന്റെ ആഗ്രഹം. രണ്ട് ആൺമക്കളായിരിക്കുള്ളത്. രണ്ടും രണ്ടു വഴി പോയി താമസിച്ചാൽ എങ്ങനെയാ? ഞാനുള്ളിടത്ത് തന്നെ പിള്ളേര് കാണണമെന്നാ എന്റെ ആഗ്രഹം. ഇല്ലേ അരുൺ സാറേ? അത് കറക്റ്റാണ്. സബി, അരുണ് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ടീച്ചർ ഉണ്ടായിരുന്നോ? കാപ്പി എടുക്കട്ടെ. നല്ല ചൂട് കാപ്പി എടുത്തിട്ടാ. ശ്രുതി, അതിങ്ങിതാ. ശ്രുതി, താനിവിടെ വന്നിരിക്കടോ. വേണ്ട. എടോ, ഒഫീഷ്യൽ കാര്യല്ലേ, താനിവിടെ വന്നിരിക്കേ. രവിട്ടാ, നമുക്ക് കല്യാണം കൂടെ ആഘോഷമായിട്ട് നടത്തണ്ടേ? നിങ്ങളുടെ നിലയും വിലയൊക്കെ നോക്കി. നല്ല അന്തസ്സുള്ള തറവാടല്ലേ? പിന്നെ ഇളയ മകന്റെ കല്യാണമല്ലേ? ഇനിയൊരു കല്യാണം അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ചിലരെ സംബന്ധിച്ച് എത്ര കല്യാണം വേണമെങ്കിലും ആവാം, എല്ലടോ? എന്റെ പൊന്നരുവി സാറേ, ചില കുടുംബത്തിൽ പിറന്ന മോന്മാരുണ്ട് കേട്ടാ. എന്റെ കൂട്ടുകാരനൊരു മോൻ, എടോ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടോ. അവൻ കാണിച്ച പണിയേക്കണോ? അവൻ ഏതോ നാട്ടിലെ എഞ്ചിനീയർ ആയിരുന്നു. അവിടുത്തുകാരായിട്ടുള്ള ഒരു തത്തമുച്ചുകൊണ്ട് പെണ്ണിനെ പ്രേമിച്ചിട്ട് അവക്ക് വയറ്റിലൊരു കുഞ്ഞിനെയും കൊടുത്തിട്ട് ആ മോൻ നേരെ നാട്ടിലേക്ക് വന്നു. ഇവിടെ വന്നിട്ട് അന്തസ്സായിട്ടൊരു പെണ്ണിനെയും കെട്ടി. ഇവനൊക്കെ എന്തുട്ടാ ചെയ്യാ? അടിച്ചു കൊന്നുകളയണം അവനെയൊക്കെ. വളർത്തുന്ന തന്തയുടെയും തള്ളയുടെയും ദോഷമാത്. കുടുംബത്തിൽ പിറന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കുമോ? അത് കറക്റ്റാണ്. കുടുംബത്തിൽ പറഞ്ഞ ആള് വന്നില്ല. സാറാണ് ഇവിടുത്തെ കാരുടെ വരുന്ന് ശ്രുതി പറഞ്ഞിട്ടുണ്ടാ. നീ ആ പഴയ കുഞ്ചാളി അരുണല്ലേ? ഇവനാണോ വലിയ ബിൽഡർ? അതാണ്, അത് തന്നെ കുഞ്ചാളി. കുഞ്ചാളി അരുണ്. സാറ് ഇരിക്കട്ടെ.
സുദീപ് സാറേ, നമ്മുടെ പ്രോപ്പർട്ടി ഒന്നുകൂടെ കണ്ടു കുറച്ച് ഡീറ്റെയിൽസ് ഫൈനലൈസ് ചെയ്യുന്നുണ്ട്. മിസ്റ്റർ അരുൺ, ഞാൻ ഈ പ്രോജക്റ്റ് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് എത്ര കാലമായി? ഇതുവരെ യാതൊരു ഡെവലപ്മെന്റും നടന്നിട്ടില്ല. ആ അത് കലക്കിട്ടാ. ദേ സുദീപ് സാറേ, നമ്മൾ ആദ്യമായിട്ടുള്ള പ്രോജക്റ്റ് ചെയ്യുന്നതും പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്രിമെന്റ് ചെയ്യണതും. Then what happened my case? There is no work from your side. എന്തുട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല ആ പഴയ സ്വഭാവം. ഇംഗ്ലീഷ് റെസിറ്റേഷന് ഫസ്റ്റ് ആണ് കേട്ടാ. അതൊന്നും വിളമ്പട്ടാ. ഇവള് വലിയ എഞ്ചിനീയറിംഗ് കോളേജിലൊന്നും പഠിച്ചിട്ടില്ല. അനുഭവം ഗുരുവും ദൈവമായിട്ടുള്ള ഒരു പാപം ബിൽഡറാണ്. നീ എന്താ പൊടിപ്പൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മുടെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടില്ലേ? വെറും ഒരു പ്രോജക്ട് അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നല്ലാതെ നമ്മളെന്ത് ധൃതിയാണ് കാണിച്ചിരിക്കുന്നത്? നോർമൽ കേസിൽ മറ്റേതൊരു കൺസ്ട്രക്ഷൻ കമ്പനി ആയിരുന്നെങ്കിലും ഇപ്പൊ പൈലിംഗ് പൂർത്തിയായേനെ. ബട്ട് ഇൻ യുവർ കേസ് ഞാൻ രവി സാറിനോട് ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മുഴുവൻ റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നേരം കിട്ടിയെടുത്ത് വായിക്കായിരുന്നില്ലേ? ഇതിനകത്ത് പഞ്ചസാര അമ്മച്ചിന്തിയേ അമ്മ അകത്ത് കിടക്കുക, തലവേദനയാണെന്നും പറഞ്ഞു. ഓ, തലവേദനയോ? സൗദവനോ? അതെ അച്ഛാ, എന്നോടൊന്നും പറഞ്ഞില്ല. അച്ഛൻ ചെന്ന് നോക്ക്. സൗദേ, ഈ ചൂടുവെള്ളം അങ്ങ് കുടിക്ക്, ഒരാശ്വാസം കിട്ടും. എന്തിനാ ബുദ്ധിമുട്ടിയെ? ഓ, അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. എനിക്ക് ജലദോഷം വരുമ്പം സൗദ ഒരു കഷായം ഉണ്ടാക്കുമല്ലോ, അത് കുടിച്ചാൽ സർവ്വവ്യാധിയും പറവറക്കും. അതെങ്ങനെയാ ഉണ്ടാക്കുന്നൊന്ന് പറയാവോ? ഇപ്പൊ അതെന്തിനാ പിള്ളച്ചേട്ടാ? ഓ, താനൊന്ന് പറ, ഞാനൊന്ന് പഠിക്കട്ടെ. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ഇപ്പൊ സൗദയ്ക്ക് സുഖമില്ലാതായി. അതെന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനത് എപ്പോഴേ ഉണ്ടാക്കി തന്നേനെ. ഒന്ന് പറഞ്ഞേ. അതിന് അടുക്കളയിലെ സാധനങ്ങൾ എവിടെയാ ഇരിക്കുന്നതെന്ന് പിള്ളച്ചേട്ടൻ അറിയാവോ? ആകെ ആ ചെമ്മീൻ പൊടി ചമ്മന്തി എവിടെയാ ഇരിക്കുന്നതെന്ന് മാത്രമല്ലേ അറിയാവൂ. സുഖമില്ലേലും എന്നെ കളിയാക്കിക്കോണം, അത് കുറയ്ക്കരുത്. സാധനങ്ങളൊക്കെ ഞാൻ എവിടുന്നെങ്കിലും നോക്കിയെടുത്തോളാം. സൗദ അതിന്റെ കൂട്ടൊന്ന് പറ. എന്റെ സരസ്വതിക്കും അറിയാമായിരുന്നു. അതങ്ങ് കുടിച്ചിറക്കി കഴിയുമ്പം കണ്ണു വെളിയിത്തള്ളു. അത്രയ്ക്കും ചൂര, വയറൊക്കെ കത്തുന്ന പോലിരിക്കും. അവളത് തന്നിട്ട് കയ്യേലൊരു പിടുത്തമുണ്ട്, എഴുന്നേറ്റോടാതിരിക്കാൻ. അതും കുടിച്ച് പുതച്ചു മൂടിയൊന്ന് കിടന്നാൽ മഴയിൽ കിടന്നതുപോലെ വിയർത്തങ്ങ് നനയും. പിന്നൊരു സുഖ. ഞാനേ ഒരു പേപ്പറും പേനായും എടുത്തോണ്ട് വരാം. ഒരു കുറിപ്പടിയാക്കി വെച്ചേക്കാം. എന്തുട്ട് സാറേ ഇത്ര ആലോചിക്കാൻ? അല്ല, അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. നിങ്ങൾ അയച്ചു തന്ന ഡിസൈൻസ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. ഇതെന്തൊട്ട് പരിപാടി ഇഷ്ട? എടോ, താങ്കളല്ലേ പറഞ്ഞത് എനിക്കിത് മാത്രം മതിയെന്ന്? ആൾക്കാരെ കണ്ട കൊതിക്കണം, ലോകോത്തരമാകണം എന്നൊക്കെ. അതൊക്കെ സമയാസമയത്ത് തട്ടിവിടുന്ന ഡയലോഗാ. ഈ ചന്തിക്ക് താഴെ പാൻറിടുന്ന ചില കാപ്പിരി പയ്യന്മാര് നല്ല ചന്തമുള്ള പെൺകിളിനുകളെ കാണുമ്പോൾ അടിക്കുന്ന ചില വളിപ്പൻ ഡയലോഗ് പോലെയാ. അതും മോശാട്ടാ. വലിയ വലിയ ആൾക്കാരുടെ ഇഷ്ടങ്ങൾ ഇങ്ങനെയാണ്. എടോ, ഈ ഷുഗറുള്ളവൻ ജിലേബി കാണുന്ന പോലെ കാണുമ്പോൾ ആർത്തിയാണ്. ആക്രാന്തം പിടിച്ച് വലിച്ചു വരും. തിന്നാ അപ്പം കിറിഞ്ഞ് വീഴുകയും ചെയ്യും. നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടനൊരു ഡയലോഗ് ഉണ്ട്, ഗ്രഹിണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കാണുന്ന പോലെയാണ്. അപ്പോ അതേ ഉള്ളു കാര്യം. ശരിയാക്കി തരാട്ടാ. സുധേ, നമ്മുടെ ലാപ്ടോപ്പിൽ കിടക്കുന്ന പുതിയ 3-4 ഡിസൈൻസ് ഇല്ലേ ഇടോ, അത് നമ്മുടെ സുദീപിന്, സോറിട്ടാ, സുദീപ് സാറിന് ഒന്ന് കാണിച്ചു കൊടുക്കടോ. സോറി സർ, ലാപ്ടോപ്പ് ഓഫീസിൽ വെച്ചു, കൊണ്ടുവന്നില്ല. എനിക്കതൊന്നും കാണണ്ട മിസ്റ്റർ. നെറ്റിൽ നോക്കി സെലക്ട് ചെയ്യാനായിരുന്നെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ എന്റെ പണി നിങ്ങൾക്ക് തരുന്നേ? ഇവിടെ വേറെ എത്രയോ ഏജൻസികളുണ്ട്. എന്തുട്ട സാർ ഇത്?
വല്ലാത്ത പ്രതീക്ഷയോടെയാ നിങ്ങളുടെ പ്രോജക്റ്റ് നമ്മൾ ഒപ്പിട്ടത്. അതും നിലവിലെ കൺസ്ട്രക്ഷൻ റേറ്റിൽ നിന്ന് വളരെ കുറച്ച്. രവിയേട്ടൻ പറഞ്ഞുകൊണ്ട് 1% കുറച്ചു. പിന്നെ ശ്രുതിയുടെ വക ഒരു ഡിസ്കൗണ്ടും. കർത്താവാണ് സത്യം, ഒരു സ്മോൾ അടിക്കാനുള്ള കാശ് പോലും നമുക്ക് കിട്ടില്ലട്ടാ. എന്നിട്ട് ഞാൻ തീർത്തു തരാന്ന് കരുതിയത് നിങ്ങളുടെ കുടുംബമാനവും മര്യാദ അന്തസ്സൊക്കെ കണ്ടിട്ടാണ്. സുദീപില്ലേ അരുൺ അവിടെ താമസിക്കേണ്ടത്? ആ, അത് ശരിയാണ്. ചേച്ചിയോട് കണ്ടതല്ലേ ആ പ്രോജക്റ്റ്? ഡ്രീം ഹൗസ് കൺസ്ട്രക്ഷന്റെ ഏറ്റവും മനോഹരമായ ഡിസൈനാ. ഞങ്ങളത് വെറുതെ ഡിസ്പ്ലേ കിട്ടപ്പോ തന്നെ ആൾക്കാർക്ക് അത് മതിന്നാ പറയുന്നത്. ഇത് ഞങ്ങളുടെ 3rd ഫേസിലെ ഫസ്റ്റ് ഡിസൈൻ. മിസ്റ്റർ അരുൺ, ഐ ആം ടോട്ടലി ഫെഡ് അപ്പ് വിത്ത് യുവർ ഡിസൈൻ ആൻഡ് യുവർ വേ ഓഫ് എക്സിക്യൂഷൻ. മോർ അവർ ആസ്ക് യുവർ സ്റ്റാഫ് സ്റ്റാർട്ട് അപ്പ്. അത് കൊള്ളാട്ടാ സുദീപ് സാറേ. ആ ഇംഗ്ലീഷ് നമുക്ക് നന്നായിട്ട് പിടികിട്ടിട്ടാ. ആദ്യം പറഞ്ഞത് ഫെഡപ്പ് വിത്ത് ഡിസൈൻ ആൻഡ് എക്സിക്യൂഷൻ. നമ്മുടെ ജോലിയിലും ഡിസൈനിലും മടുത്തുന്ന്. രണ്ടാമത് പറഞ്ഞത് നമ്മുടെ സ്റ്റാഫിനോട് വായ മൂടാൻ. അത് കഷ്ടാട്ടാ. നാളിതുവരെ എത്ര വീടുകൾക്ക് ഡിസൈൻ ചെയ്ത് പണി തീർത്ത് കൊടുത്തിട്ടുണ്ടെന്ന് നമ്മുടെ വെബ്സൈറ്റിൽ കയറി അറിയാം. പേരും അഡ്രസ്സും അടങ്കൽ തുക വരെ കൊടുത്തിട്ടുണ്ട്. സർക്കാരിന് അടയ്ക്കുന്ന ടാക്സ് കൃത്യമായിട്ട് അടയ്ക്കുന്ന ബിൽഡറാണ് ഞാൻ. എല്ലാവരും നല്ലതെന്ന് ഈ നിമിഷം വരെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഡിസൈൻ വരെ ആർക്കും കൊടുക്കണ്ട, സുദീപ് സാറിനും ഭാര്യയ്ക്കും കുട്ടികൾക്കും മാത്രം കൊടുത്താൽ മതിയെന്ന് ശ്രുതി പറഞ്ഞാണ്. ഇല്ലെങ്കിൽ നമ്മളെ സ്കൂട്ടാനെ. ശ്രുതി ഈ വീട്ടിലെ അംഗം തന്നെയല്ലേ? എല്ലാരും വീട്ടാ. പിന്നല്ലാതെ, തീർച്ചയായിട്ടും. ഹലോ മിസ്റ്റർ അരുൺ, ഐ ഡോണ്ട് ലൈക്ക് ടു എക്സ്പ്ലെയിൻ മോർ. ഞാൻ ഇപ്പൊ അവിടെ ഒരു വീട് പണിയുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. ആ, അത് കറക്റ്റ്. നമ്മളിപ്പോ തുടങ്ങിയാലും തീരില്ല. കല്യാണത്തിന് പുതുപ്പെടിനെയും കൊണ്ട് വലങ്കാലി വെച്ച് അങ്ങോട്ട് കയറാൻ പറ്റില്ല. പതുക്കെ മതി. നമ്മളും മനുഷ്യരല്ലേ സാറേ, അല്ലേ? ഇനി സുദീപ് സാറിന് എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസ്? അല്ല, അന്തസ്സുള്ളവരൊന്നും വിട്ടു പറയില്ല. പക്ഷേ മക്കടയിലത് വേണ്ട. അങ്ങനെയൊന്നുമില്ല അരുൺ. പിന്നെ ഈ കല്യാണ തിരക്കൊക്കെ ആയതുകൊണ്ടാ. പൊടിമനെ, നീ കാര്യങ്ങളൊക്കെ ഒന്ന് ഫാസ്റ്റ് ആക്ക്. അരുൺ സാറിനെ കൊണ്ട് നാളെ തന്നെ സൈറ്റിലൊന്ന് പോ. ഞാൻ ആ പ്രോപ്പർട്ടി വിൽക്കാൻ അങ്ങ് തീരുമാനിച്ചു. എന്റെ പുണ്യാഴ്ച വിൽക്കാനാ? എന്തൊട്ട് വർത്തന സുദീപ് സാറേ ഈ പറയണേ? ഈ പെണ്ണ് സ്ഥലവും മനസ്സിനിണങ്ങിയത് ഒരു തവണയെ കിട്ടുള്ളൂ. അത് മറക്കണട്ടാ. പിന്നെ എത്ര പെണ്ണ് കെട്ടിയാലും എത്ര വീട് വെച്ചാലും ഒരു രാശി ഉണ്ടാവില്ല. വിൽക്കാൻ തന്നെ തീരുമാനിച്ചു. കർത്താവണ സത്യം. സുദീപ് സാറ് ഒരു വില അങ്ങോട്ട് പറഞ്ഞേ. വാങ്ങിയ വിലയുടെ 3 ഇരട്ടി ഇപ്പൊ തന്നെ അങ്ങോട്ട് തരാം. മറിച്ചു കൊടുക്കാനല്ലട്ടാ, നമ്മുടെ ശ്രുതിക്ക് ഒരു വീട് വെക്കാൻ. പേടിക്കണ്ട, ശ്രുതിയുടെ വീട് പണി ഇപ്പൊ നടക്കുന്ന സ്ഥലം അത്ര പോരാ. ഇത് കിട്ടിയാ അതങ്ങോട്ട് ഡിസ്പോസ് ചെയ്യാം. എന്തു പറയണു സുദീപ് സാറേ? എന്താ സാറേ ഇത്ര ആലോചിക്കാനൊന്നുമില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. എന്നാ പിന്നെ ശ്രുതി ആ ചെക്ക് ലീവിംഗ് എടുക്ക്. അഡ്വാൻസ് അങ്ങോട്ട് കൊടുക്കാം. ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം ഞാൻ തീരുമാനിക്കും. സുദീപ് സാറേ ഒന്ന് നിന്നേ. എന്താടാ ഇത്? കോഫി ഉള്ളട്ടാ. പൊന്നിൻ വില കൊടുത്തും ഞാനെടുത്തോളാം. നമ്മള് ചിലതിനൊന്നും അങ്ങനെ വിലയിടില്ല. ചിലതിനൊക്കെ വിലയിടണമെന്ന് നമ്മൾ വിചാരിച്ചാലും അതിന് കഴിയില്ല സാറേ. അതിപ്പെട്ടാണ് ഈ പെണ്ണും മണ്ണും ഒക്കെ. രണ്ടും പവിത്രമായിട്ട് കാണട്ടാ. നഷ്ടപ്പെടുത്താൻ വളരെ എളുപ്പമാണ് സുദീപ് സാറേ. വലിച്ചെറിയാനും പിന്നീട് അതൊക്കെ തിരിച്ചെടുക്കാനും നമ്മളിനി എത്ര ശ്രമിച്ചാലും അലഞ്ഞാലും നടന്നെന്ന് വരില്ല. സുദീപ് സാറേ, നമ്മുടേതെന്ന് കരുതി നമ്മൾ സൂക്ഷിക്കുന്നതൊക്കെ നമ്മുടേതാക്കി വെക്കുന്നത് ഒരു പുണ്യാണ്. ചിലപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യെത്തും ദൂരത്തും കണ്ണെത്തും ദൂരത്തൊക്കെ കാണും. നമ്മള് കുഞ്ചാളി നിസ്സാരക്കാരനല്ലെടുക്കെ പറഞ്ഞു കൊടുക്കണോ? ഒരു ജാതി സംഭവമാണ്.
സാറേ, നിങ്ങൾക്ക് തുടരണമെന്നുണ്ടെങ്കിലും വിൽക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ വാല് തുറന്നു തന്നെ ഉണ്ടാവും. എന്നാ ശരി രവേട്ടാ. ഓക്കെ അരുൺ. പോട്ടോ. ശരി. വിളിക്കാട്ടാ. അരുൺ, ഇതൊന്നും അത്ര ഒരു ഇഷ്യൂ ആയിട്ട് എടുക്കണ്ട കേട്ടോ. കാരണം അവനൊരു 100 കൂട്ടം ടെൻഷൻസ് ഉണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ്. ഞാനതൊന്നും കാര്യമാക്കിയിട്ടില്ല സാറേ. ഞാൻ അവനെ കാര്യങ്ങൾ പറയാൻ മനസ്സിലായിക്കോളാം. ഒരു മിനിറ്റ് രവി സാറേ, ഒറ്റ മിനിറ്റ്. ഡോ, തനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇവര് ചിലപ്പോ ഇവിടുന്ന് ഇറക്കി വിട്ടെന്ന് വരും. എന്ത് ഇഷ്യൂ ഉണ്ടായാലും താൻ എന്നെ വിളിക്കണട്ടാ. പേടിക്കണ്ടോ. ബി ബോൾഡ്.